ബാബ നടക്കുന്നുണ്ടല്ലോ. ഞാൻ എങ്ങനെ മാറി വന്നാലും ഓൻ അവിടെ കാണും. ഇപ്പൊ എന്താ ചെയ്യാ? നീ ഓരോന്നും മുട്ടും നായും ചോദിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഞാൻ പോയ കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിച്ചോനെ എന്തായാലും പോയൊക്കെ. കുഞ്ഞാപ്പു എന്തെങ്കിലും സുഖല്ലേ എനിക്ക്? ഞാൻ സുഖാണ്. ഇങ്ങനെ മാറി കളിച്ചിട്ട് ഇങ്ങനെ വരുന്നേ പൊന്തേക്കൂടൊക്കെ? ഞാനൊക്കെ ഒരാളെ കാണാണ്ടേ, അപ്പൊ ഒരാളെ കാണാൻ പോവാണ് ഞാൻ. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിക്കണല്ലോ? പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ടേ എനിക്ക് ഇങ്ങനെ പോവാണ്ട്. വരുമ്പോ കല്യാണം ഉണ്ട്. കല്യാണത്തിന് പോണം. കൊറേ ദൂരത്താണ്. എവിടെയാണ് അത് എനിക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലായി. എന്റെ ഉമ്മാന്റെ കുടുംബത്തിലാണ്. അപ്പൊ ഒരാളെ കാണാനുണ്ട്. അപ്പൊ ആ ആളെ കണ്ടിട്ട് കല്യാണത്തിന് പോണം. ഇജ്ജെന്താ പഠിക്കണ്? പെണ്ണ് കാണാൻ പോണോ? ലുക്ക് കണ്ടിട്ട് പെണ്ണൊന്നും കാണാൻ പോണില്ല. പെണ്ണൊന്നും ഞാൻ കാണുന്നില്ലട്ടാ. ഒരാളെ കാണാൻ വേണ്ടി പോവുകയാണ്. ചോദിച്ചാണ്. ഞാൻ പോട്ടെ. ആരും കാണാതിരിക്കാനായി പൊന്തേക്കൂടെ ഒളിച്ചോടി വരുന്നല്ലേ? ഞാനവിടെ മാങ്ങ ഉണ്ടാവും നോക്കാണ്ടി പോയതാണ്. ഇപ്പോഴാണ് മാങ്ങ? ഇപ്പഴല്ല, ഇന്നാളുണ്ടായിരുന്നേ. അപ്പൊ ഇന്ന് ഉണ്ണി ഉണ്ടാവും പോയി നോക്കിയതാണ്. ഞാൻ പോട്ടെ കേട്ടാ. പോയിക്കോ. എന്റെ മുറ്റും തൊള്ളാരൊക്കെ ഓനോട് പറയണം. ഇപ്പൊ ഞാൻ പോയി അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിന്റെ കാര്യം ഒന്നും നടക്കില്ല. ഞാനേതാ വളവന്നെ അറിയോ? കുഞ്ഞാപ്പല്ലപ്പാ വരുന്നത്. ഇനിയിപ്പോ എന്തിനാ ഈ രാവിലെ തന്നെ ചെങ്ങായിട്ട് വരണോ? ഞാൻ അങ്ങോട്ട് മാറി കേട്ടോ. ചന്ദ്രാട്ടാ, ചന്ദ്രാട്ടാ, ഇജിപ്പോ എവിടെ പോയി ചന്ദ്രാട്ടാ? എന്നെ കാണാനില്ലല്ലോ. ആരത് കുഞ്ഞാപ്പോ? എന്താ രാവിലെ തന്നെ നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞത്? ഇന്നലെ പെണ്ണ് കാണാൻ പോണ്ടക്ക്. നമുക്ക് എന്തൊക്കെ പെണ്ണ് കാണണ്ടക്ക്. അത് ഇന്നല്ലട കുഞ്ഞാപ്പോ, നമുക്കത് പിന്നൊരു ദിവസം പോവാന്നല്ലേ. നിങ്ങൾ എന്ത് വർത്താനാ പറഞ്ഞത്? ഞാൻ രാവിലെ ചായയും കൂടി കുടിച്ചിട്ടില്ല. ഇപ്പൊ ഇന്ന് പോയിട്ടില്ലെങ്കിലേ ആ പെണ്ണിനെ വേറെ ആരും കൊണ്ടുപോയി കിട്ടുവോ? നമുക്ക് ഇന്ന് തന്നെ പോണോ? ഇപ്പൊ എന്താ ചെയ്യാ കുഞ്ഞാപ്പോ? ഞാൻ എന്നാ വരാം. ഞാൻ ഒന്ന് ഡ്രസ്സ് മാറട്ടെ കേട്ടോ. നിങ്ങളെ രസം കുപ്പായൊക്കെ മാറിക്കോളി. ഇനിയിപ്പോ നിങ്ങൾ ചായ ഒന്നും എടുക്കണ്ട. നമുക്ക് അവിടെ പോയിട്ട് വെള്ളം നിറച്ച് കുടിക്കാനുള്ളതാണ്. വരിട്ടാ. എന്താണ് കുഞ്ഞപ്പ ഇവിടെ മാറി കളിക്കുന്ന കാലത്ത് തന്നെ? ആരെ കാണാൻ വന്നവിടെ? ബേബി ചേച്ചിയാ. ഞാൻ എന്താ പറയാ? നിങ്ങളോട് പറയാ. അത് ആളാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ കല്യാണമൊക്കെ മറക്കും. ഞാനിവിടെ ചന്ദ്രാട്ടൻ പറഞ്ഞത് ഏതോ ഒരു സുന്ദരി പെണ്ണുണ്ട് അത്ര. അപ്പൊ ആ പെണ്ണിന് പെണ്ണാണാണ്ടി വന്നതാണ്. അപ്പൊ ചന്ദ്രാട്ടനെ കൂട്ടി പോവുകയാണ് ഞാന്. ചന്ദ്രാട്ടൻ കുളിച്ചിട്ടൊന്നുമില്ല. അപ്പാട് മാറ്റാൻ പോയിക്കണേ. അല്ല നിങ്ങൾ കൊടുക്കാം. ഞാൻ സാവിത്രിയമ്മയുടെ അടുത്ത് പഠിക്കുകയാണ്. നീ ഇവിടെ നിന്നിട്ട് ചന്ദനകത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല വേണേ. ഒരു കാര്യമില്ല. അവനത് അവിടെ ആ കടറ മുമ്പിൽ നിന്നിട്ട് എന്ത് നടക്കണോ? അവനെ നീ പെണ്ണ് കാണാൻ പോണേ? നിനക്ക് വേറൊരു പണിയൊന്നുമില്ല. നിങ്ങളെ നോണ അറിയൊന്നും വേണ്ട. ചന്ദ്രാട്ടൻ ഇപ്പൊ ഞാൻ വർത്താനം പറഞ്ഞിട്ട് ചന്ദ്രാട്ടൻ ഇപ്പോൾ മാറ്റാൻ പോയതാണ്. നിങ്ങൾക്ക് ബാബാന്റെ മാതിരി അസൂയാണ്. അതുകൊണ്ട് ഞാൻ ബാബാണ്ട് പറയാഞ്ഞത് കേട്ടാ. എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ അസൂയ പാടില്ലല്ലോ. ഞാൻ പെണ്ണ് കെട്ടിച്ചിട്ട് നടക്കുന്നതിന് നിങ്ങൾക്ക് എന്താ അസൂയ? ചന്ദ്രാട്ടൻ അവിടെ ഉണ്ടോ പോലും. ഇപ്പൊ ഞാനിവിടെ കണ്ടതല്ല വർത്താനം പറഞ്ഞിട്ട്. എനിക്ക് നല്ല അസൂയ തന്നെയാടോ. നീ ചന്ദനം കത്തിവിടെ നിന്ന ഞാൻ പോകും. ചന്ദ്രാട്ടാ, ചന്ദ്രാട്ടാ, അല്ല ഔത്തൊന്നും കാണാനില്ലല്ലോ. കുറച്ചോനെ ഞാൻ 2-3 മണിക്കൂറായി നിൽക്കി തുടങ്ങി. ചന്ദ്രനെ പറ്റിക്കും ചെയ്ത്. ആ ചേച്ചി പറഞ്ഞ ശരി ഞാൻ തോന്നുന്നു. ഇന്നത്തെ പെണ്ണാണേലും പോയി. താൽക്കാലിക രക്ഷപ്പെട്ട് ഓന് കുറച്ചു നേരം അവിടെ നിന്നിട്ടാണ് പോയിക്കോളും. ചന്ദ്രേട്ടാ, എന്തെങ്കിലും വെറുതെ തന്നെ ആ കുഞ്ഞാപ്പോയി അവനെ കൊണ്ട് ഒരു വിവരമില്ല. വീട്ടിന്റെ മുന്നിലോട്ട് വന്നു നിന്നിട്ട് പെണ്ണ് കെട്ടണം പറഞ്ഞ് എന്റെ പിന്നാലെ അടക്കാം. അത് ശരി, അതിനാണോ വന്നിരുന്നല്ലേ? എന്നോട് പറഞ്ഞ കല്യാണത്തിന് പോകാണ്ട് നാട്ടിലല്ലേ പോകുന്നത്. വേറെ കാര്യണ്ട്. ഈ 50 വയസ്സായ ഇക്കന്റെ പെണ്ണ് കിട്ടണല്ല. എന്താ ആ പൊട്ടന്റെ ഒരു പെണ്ണ് തന്നെ അവിടെ വന്നിക്ക. അതൊന്നും പറ ബാബാ. എന്താ ഞാൻ ഇന്നെ കണ്ട കാര്യം അവനോട് പറയണ്ടോ? ഇല്ല ഞാൻ പറയില്ല. രാവിലെ പല്ലും കൂടി തേക്കാതെ നമ്മളെ വീട്ടിലേക്ക് വന്നിക്കണം. പെണ്ണ് കെട്ടണം പറഞ്ഞു പറയണ്ട.
ആ വാ വാ. കുഞ്ഞാപ്പോ ആ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് പോകുന്ന ജി? അതെ കല്യാണം മിഞ്ഞാന്ന് അത്രേ, ഇന്നല്ല. മിഞ്ഞാന്നാ? ആ ഇപ്പളെ ഓർമ്മ വന്നത് മിഞ്ഞാന്നാണ് കല്യാണം. അതെ. ആ എന്തേ അല്ല ജി കല്യാണത്തിന് പോയത് തന്നെയാണല്ലേ? അതിന് പോയത് മിഞ്ഞാന്ന് കല്യാണം. ആയിക്കോട്ടെ വളവാ. എന്നിട്ട് കാരണം എന്നിട്ടൊന്നും ആയില്ലല്ലേ? ഇല്ലടാ മിഞ്ഞാന്നാണ്. ആ ജി ആള് വലിയ വളവനാണ്. എന്തേ? ഒന്നുമല്ല, അത് പെണ്ണാണാൻ പോയതല്ലേ? ആര് പറഞ്ഞേ? ഇല്ല വെറുതെ ചോദിച്ചാണ്. ചന്ദ്രേട്ടനെ ഇജ്ജ് കണ്ടടാ? എടാ അല്ല ഞാൻ കണ്ടിട്ടില്ല. എന്നോട് നീ സത്യം പറയല്ലോ, ചന്ദ്രേട്ടൻ ഇന്നെ ചതിച്ചടാ. ഇന്ന് പെണ്ണ് കാണാന്ന് പറഞ്ഞിട്ട് ചന്ദ്രേട്ടൻ ഒടുക്കാൻ മുങ്ങിക്കണ്. ഇജ്ജ് ഒരു കാര്യം ചെയ്യോ, ഈ ചന്ദ്രേട്ടനക്ക് ഞാൻ എന്തായാലും കല്യാണം ഉറച്ച 10 ഉറുപ്പ്യ കൊടുക്കാന്ന് പറഞ്ഞേ. അനക്ക് തരജിക്ക് വരെ പെണ്ണിനെ നോക്കുവോ? അല്ല ഇജ്ജ് രാവിലെ എന്നോട് എന്താ പറഞ്ഞേ? അത് ഞാൻ ഇമ്മ പറഞ്ഞെങ്കിൽ എന്നോട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നടക്കൂലെന്ന് പറഞ്ഞു. ആ കാരണം പറഞ്ഞതാടാ. അല്ല എനക്ക് അങ്ങനെ തന്നെ വേണം. അങ്ങനെ പറയല പിരാഗല്ലേ ജി. പെണ്ണ് കെട്ടിട്ടാണോ എല്ലായിടത്തേക്കും പോവാനല്ലേ? രാവിലെ ചായ കൂടി കുടിക്കാതെ വന്നല്ലേ, വേഗം പോയി ചായ കുടിച്ചോ. അവിടുന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് വിചാരിച്ചു, അതും ഇല്ല ഇതും ഇല്ലാതെ ഇനി വരെ പോയേക്കോട്ടെ. ഇമ്മനെ അടുത്ത് തിന്നിക്കണാവോ? വല്ലും തേച്ചിണ്ടാവില്ല. പല്ല് ഞങ്ങൾ ഇന്നലൊക്കെ തേച്ചിക്കണ്. ഇജ്ജ് എന്തായാലും ഇക്കൊരു കാര്യം നോക്കിട്ടാ, നമുക്ക് 10 ഉറുപ്പ്യന്റെ ആയിക്കോട്ടെ. ഇജ്ജ് പിന്നെ പെരേക്കനല്ലേ? വരെ പോലെ ചായ കുടിക്കാൻ ചായ കുടിക്കട്ടെ. മുഖത്തല്ല സീണൊക്കെ ഉണ്ടല്ലോ. ചായ കുടിച്ചിട്ട് ചേട്ടാ അതാണ്ടാണ്.